പെറ്റൂണിയുടെ ഈ തണ്ടുകൾ ക്ലിപ്പിക്കുന്ന ഏറ്റവും എളുപ്പത്തിൽ ക്ലിപ്പിക്കുന്ന രീതിയാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിരുന്നു, അത് നിങ്ങളെല്ലാം കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ ഇത് ചെറിയ ചെറിയ തണ്ടുകളെ പെട്ടെന്ന് നമുക്ക് ക്ലിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് തണ്ടെടുക്കുന്ന അനുസരിച്ച് നമ്മൾ പുതിയ പുതിയ എത്തുകൾക്ക് നമുക്ക് ഇതുള്ള എത്തുകൾക്കെല്ലാം വലിപ്പം വരും. ഈ തണ്ട് വലിപ്പം നിൽക്കുമ്പോൾ നമുക്ക് മറ്റ് എത്തുകളൊക്കെ താണു നിൽക്കത്തേ ഉള്ളൂ, വളർച്ച കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഈ തണ്ട് എടുത്ത് മാറ്റാമെങ്കിൽ പെട്ടെന്നാണ് ഈ തണ്ടുകളെല്ലാം വളരുന്നത്. അപ്പോൾ നമ്മൾ ഈ തണ്ടിനെ ഇങ്ങനെ അടത്തി പുതുക്കി എടുക്കുക, എടുത്ത് നമ്മൾ നടുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. ഏറ്റവും എളുപ്പം നടുന്ന ഒരു 4 ദിവസം 5 ദിവസത്തിനുള്ളിൽ റൂട്ടാവുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. നമ്മൾ നടുമ്പോൾ സ്വയം ശ്രദ്ധിക്കേണ്ട കാര്യം വന്നാൽ നമ്മൾ ഈ ഇലകൾ അടിയിൽ പിച്ചി കളയണം. കാരണം നമ്മൾ ഇടുന്ന മണ്ണിനകത്ത് ഇലകൾ മുട്ടി നിന്നാൽ ഇലകൾ പഴുപ്പ് കയറും, അതനുസരിച്ച് മേപ്പോട്ട് പഴുപ്പ് മറ്റു ഇലകൾക്കും വ്യാപിക്കും. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമുക്ക് നമുക്ക് ഹോള് കൊടുത്ത ഒരു ചെറിയ ഗ്ലാസ് എടുക്കുക. ഈ ഗ്ലാസ് എടുത്തിട്ട് ഒരു ശകലം മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കുക അതിനകത്തോട്ട്. എപ്പോഴും മണ്ണ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ചുമന്ന മണ്ണായിരിക്കണം, അതുപോലെ ഉണക്കിയ മണ്ണും ആയിരിക്കണം. ഇത്രയും മണ്ണ് അടിയിലിട്ട് കൊടുത്തിട്ട് ഈ തണ്ടിനെ ചരിച്ച് വെക്കണം. സെൻറ്റർ ഭാഗത്ത് മൂട് നിൽക്കണം, ഇതുപോലെ സെൻറ്റർ ഭാഗത്ത് ചെവിട് നിൽക്കുകയും ചെയ്യണം. തണ്ടാണെങ്കിൽ നമ്മുടെ ഗ്ലാസ്സെ മുട്ടി നിൽക്കണം. ഈ ഗ്ലാസ്സെ മുട്ടിയിരിക്കുന്ന എന്തിനാണെന്ന് നിങ്ങൾ വിചാരിക്കുക എന്തിനാണെന്ന്. പക്ഷേ ഈ ഗ്ലാസ്സെ മുട്ടിക്കണം എന്ന് പറയാൻ കാരണം ഈ തണ്ടുകൾക്ക് ചലനങ്ങൾ ഉണ്ടാകത്തില്ല ഇതേ മുട്ടി നിൽക്കുമ്പോൾ. അപ്പോൾ എന്നിട്ട് നമ്മൾ ഈ മണ്ണിടുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം, മണ്ണ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ശകലം മണ്ണിട്ട് കൊടുത്താൽ മാത്രം, ഒത്തിരി മണ്ണിടേണ്ട ആവശ്യമില്ല. മണ്ണൊരു സൈഡിലിട്ട് കൊടുക്കുക ചരിച്ച്. ഇതായിട്ട് കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഈ മണ്ണിട്ടേ കൊടുക്കുക, ഇത്രയും മണ്ണേ ആകാവൂ. ഈ ഇത്രയും മണ്ണുകൊണ്ട് പറയാമെന്ന് പറഞ്ഞാൽ ഈ സൈഡിൽ ഇങ്ങനെ ഉറച്ച് നിൽക്കുക. അപ്പം ആദ്യം നമ്മൾ വെള്ളം ഒഴിക്കുമ്പം ഈ മൊത്തത്തിൽ തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. എങ്ങനെയാണ് അങ്ങനെ ഒഴിച്ചാൽ പെട്ടെന്നാണ് കളിക്കുന്നത്. ഇത് ചെവിട് ഭാഗം നിൽക്കുന്ന ഏറ്റവും അടിയിലാണ്, ഈ ഭാഗത്തോട്ട് അതിൻ്റെ വേര് വരുന്ന ഭാഗമാണ് കാണിച്ചു വരുന്നത്. അപ്പം നമ്മളെപ്പോഴും വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ഒരു കുപ്പി വെള്ളം നിറച്ച് ഹോളിട്ട് വെള്ളം ഒഴിക്കുന്നതാണ് ബെറ്റർ. ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുക, അല്ലാതെ നമ്മൾ വെള്ളം ഒഴിക്കാതല്ലാതെ ഇതുപോലെ ആദ്യം നനയ്ക്കുമ്പോൾ മൊത്തത്തിൽ നനച്ച് കൊടുക്കുക. അപ്പോൾ പിന്നെ രണ്ടാമത് നമ്മൾ ഈ തൈകൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമുക്ക് ഇവിടെ ഒന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മാത്രം തുള്ളി വെള്ളം ഒഴിച്ചു, ഓരോ തുള്ളി വെള്ളം ഒഴിച്ച് ഡ്രോപ്പ് ഒഴിച്ച് രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും വെച്ച് കൊടുക്കുക. അപ്പം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന ഓവർ വെള്ളം ആവരുത്. അപ്പം വെയിലത്ത് ഈ പ്ലാന്റ് വെക്കുകയും ചെയ്യരുത്, തണലത്ത് വെട്ടം കിട്ടുന്ന ഏരിയ കൊണ്ട് വെക്കുകയും ചെയ്യണം. അപ്പോൾ അതുപോലെ വെച്ച് നമ്മൾ ക്ലിപ്പിച്ച പ്ലാന്റാണ് ഈ കാണുന്നത്. റൂട്ട് വരുന്നുണ്ടല്ലേ? അപ്പോൾ ഈ റൂട്ട് സൈഡിലോട്ട് വരും. ഈ സൈഡിലോട്ട് റൂട്ട് വരുന്ന കാരണം എന്ന് പറഞ്ഞാൽ ഇതിനെ വെള്ളമായി എവിടെ കിട്ടുന്നോ അവിടോട്ട് തന്നെ പെട്ടെന്ന് ഈ തൈകൾ കിളിക്കും. അതാണ് എൻ്റെ എളുപ്പമാർഗ്ഗത്തിൽ കളിക്കുന്ന ഒരു രീതിയാണ് കാണിച്ചു വരുന്നത്. ഇത് ഒരു 6 ദിവസം 7 ദിവസം ആയ തൈയാണ് ഈ കാണുന്നത്. മൊത്തം റൂട്ട് വന്നതുണ്ടോ? അപ്പോൾ ഈ റൂട്ട് ഇത്രയും ആയി കഴിയുമ്പോൾ നമ്മൾ തൈ ശക്തിയോട് വളരാൻ വേണ്ടി ഏതെങ്കിലും ജൈവവളം വല്ലതും മിക്സ് ചെയ്ത് ശകലം മണ്ണ് നമ്മൾ വിട്ടു കൊടുക്കണം. അപ്പോൾ പെട്ടെന്ന് ശക്തിയോട് തൈ കിളിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ കാണിച്ച ഏറ്റവും എളുപ്പത്തിൽ കിളിപ്പിക്കുന്ന ഈ രീതി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്.